പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 40 വർഷം അടിയൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ വർഷാവർഷം ഞങ്ങൾ നടത്തിയ ലക്ഷോപലക്ഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജപമാല ശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ. ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ, മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന കർത്താവേ, സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുഷ്ഠരോഗിയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുഷ്ഠരോഗിയോട് പറഞ്ഞു. വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് ബെത്സയിദയിലെ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്കുണ്ടെന്ന് നീ മറുപടി പറഞ്ഞു. ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നുള്ള ചെയ്ത കർത്താവേ, നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത്. നിന്റെ രക്ഷയുടെ വലതുകരം ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ രക്ഷയുടെ ആണിപ്പെടുതാർന്ന അത്ഭുതകരം രോഗങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും, അങ്ങയുടെ മക്കള് ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും, അങ്ങയുടെ മക്കള് ഇന്ന് കൈമാറുന്ന രേഖകള് എല്ലാം നീ ആശീർവദിക്കണേ കർത്താവേ. ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മക്കള് വേദനിക്കുന്ന വേദനകള്, വ്യക്തികളുടെ ഭീഷണികള്, ഓരോരോ കാര്യങ്ങള്, ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങള്, രോഗബാധിതരെ, ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവരെ, ബയോപ്സി കൊടുത്തിരിക്കുന്നവരെ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാരെ, ആശുപത്രി പോകുന്നവരെ, മക്കൾ ആശുപത്രി പോകുന്നവരെ, അവർക്കെല്ലാം ശുഭോദർക്കമായ മറുപടികളും റിസൾട്ടും കിട്ടാൻ, രോഗങ്ങളൊന്നുമില്ല, കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയുടെ നാമത്തിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ പ്രസാദിക്കട്ടെ, ദൈവത്തിൻ്റെ കരുണ പ്രസരിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഇന്ന് കയറുന്ന ഓഫീസുകള്, ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകള്, ഇന്ന് വരുന്ന റിസൾട്ടുകള്, ഇന്ന് വരുന്ന ഇമെയിലുകള്, ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തരുന്ന അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നീ സഞ്ചരിക്കുന്ന വഴികള്, നീ സഞ്ചരിക്കുന്ന വാഹനങ്ങള്, നീ സംസാരിക്കുന്ന വ്യക്തികള്, നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങള്, നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും നീക്കുവാമേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം എപ്പോഴും
പരിശുദ്ധാത്മാവിൻ്റെ കൂടെ വായിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ വചനം വായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പലരുടെ കൂടെയാണ് വായിക്കുന്നത്. ഒരാളിൻ്റെ കൂടെ മാത്രമേ നമുക്ക് വചനം വായിക്കാൻ പറ്റത്തുള്ളൂ. അത് എഴുതിയ ആളിൻ്റെ കൂടെ മാത്രമേ വായിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം എഴുതിയ ആൾ ആ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഓൺ ടൈമിൽ ഓൺലൈനിലാണ് നമ്മൾക്കത് തർജ്ജമ ചെയ്തു തരണത്. എന്താണ് അത് എഴുതുമ്പോൾ ദൈവം ഉദ്ദേശിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയും. അപ്പം നമ്മൾ കുറേ നാളിങ്ങനെ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കാൻ കൊതിച്ചും ആഗ്രഹിച്ചും ദൈവത്തെ സ്നേഹിച്ചും അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നടപ്പിൽ വരുത്താൻ ഉദ്യമിച്ചൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഒരു സത്യസന്ധത ദൈവത്തിന് പിടികിട്ടും. അങ്ങനെ ഒരു സത്യസന്ധത പിടികിട്ടിക്കഴിഞ്ഞാൽ ആണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിൽ വായിക്കാൻ പറ്റുന്നത്. ഇപ്പം നമുക്ക് ഇപ്പം ഈ മെൻ്റലി ചാലഞ്ച്ഡ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളില്ലേ, അവർക്കൊരു സ്ക്രൈബ് ഉണ്ടാവും. ഗവൺമെൻറ് അനുവദിച്ചു കൊടുക്കുന്നതാണ്. ആ കുട്ടി പറയും, ആ കുട്ടിക്ക് എഴുതാൻ വശമില്ലാത്ത കൊണ്ട് വേറെ വ്യക്തി സ്ക്രൈബ് എന്ന് പറയുന്ന ആൾ എഴുതി കൊടുക്കും. ഇതുപോലെ നമുക്ക് വചന വായനയിൽ നമുക്ക് റീഡർ ഉണ്ടാകണം നല്ലതാണ്. ആ റീഡർ എപ്പോഴും അത് എഴുതിയ ആൾ തന്നെ ആയിരിക്കണം. എന്നാൽ അത് ഓൺലൈനിൽ ഓൺ ടൈമിൽ ദൈവം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടെ ബൈബിൾ തിയോളജിയിലൊക്കെ പറയുന്ന സിസിൻ ലൈബൻ പോലെയുള്ള സാഹചര്യാധിഷ്ഠിതമായ പശ്ചാത്തല ബന്ധിയായിട്ടുള്ള അർത്ഥങ്ങൾ കണ്ടെത്തുക അല്ല, മറിച്ച് ആ വിഷയത്തെക്കുറിച്ച് ദൈവം സംസാരിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിനോടും മനുഷ്യരാശിയോടുമായതുകൊണ്ട് തന്നെ അത് ഈ കാലഘട്ടങ്ങളിലുള്ള മനുഷ്യൻ്റെ മനസ്സിനോട് അത് ഇൻട്രാക്ട് ചെയ്യും. ഫലവത്തായിട്ട് പോസിറ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അപ്പോൾ ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ശരിക്കും ഈ വായിക്കുന്ന വ്യക്തി അതൊക്കെ ഒരു പൊതുജ്ഞാനം വേണം ബൈബിളിനെ കുറിച്ചും. പിന്നെ കുറച്ച് സ്കിൽഫുൾ നോളജ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പക്ഷെ സ്കിൽഫുൾ നോളജ് വചനവുമായിട്ട് ഇടപഴകുന്നതിന് നമുക്ക് ആവശ്യമായ സ്കിൽഫുൾ നോളജ് ദൈവത്തോടുള്ള സ്നേഹം തന്നെയായിരിക്കണം. അതാണ് വിഷയം. അല്ലാതെ നല്ല ഡോക്ടർ തീസ് എഴുതുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യമായി കഴിഞ്ഞാൽ അതൊന്നും ദൈവിക ലക്ഷ്യമായിരുന്നില്ല. അത് നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടുപിടിച്ചിട്ടുള്ള ലക്ഷ്യമല്ലേ അത് ഇന്നത്തെ ഒരു അക്കാഡമിക് പർപ്പസാണത്. ദൈവത്തിന് അങ്ങനെ അക്കാഡമിക് പർപ്പസൊന്നും ഇല്ലായിരുന്നു. മനുഷ്യൻ്റെ മനസ്സ് രക്ഷപ്പെടണം, ദൈവമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു രക്ഷാകരമായ പർപ്പസാണ് ബൈബിളിനുള്ളത്. ആ രക്ഷാകര പർപ്പസ് ബൈബിൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞാണ് അതിലായിരിക്കും പറയണത്. അവരുടെ അക്കാഡമിക് പ്രൊഫിഷ്യൻസിയിൽ നിന്ന് വരുന്ന ഒരു ലോക ജ്ഞാനമായിരിക്കും വരണം. അതുകൊണ്ട് അത് ലോകജ്ഞാനം ഒരിക്കലും രക്ഷാകരമല്ല. അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ട്. ശരിയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പം ഐ ആം ദ ട്രൂത്ത് അങ്ങനെ വചനം ഇല്ല ബൈബിളിൽ. എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടിരിക്കണതാണ് ഐ ആം ദ ട്രൂത്ത് എന്ന്. യോഹന്നാൻ 14:6 യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ്. വഴിയും സത്യവും ജീവനും ഞാനാണ്. അതിൽ ഒരെണ്ണം കർത്താവ് എന്നടുത്ത് എടുത്തു പറഞ്ഞത് സത്യം, ഞാൻ സത്യമാകുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഉടനെ പറഞ്ഞു സത്യമായതുകൊണ്ട് തന്നെ എന്നിൽ കള്ളമില്ലെന്ന്. അപ്പം ഞാനത് എൻ്റെ നോട്ട് ബുക്ക് എഴുതി വെച്ചു, എന്നിൽ കള്ളമില്ല എന്ന്. അങ്ങനെ വചനം ബൈബിളിലില്ല. അതിന് പകരം കിടക്കുന്ന വചനം പാരലൽ വഴിയുടെ അതിനേക്കാൾ വലിയ വചനങ്ങൾ എന്നിൽ പാപമില്ലെന്നുള്ളതാണ്. 1 യോഹന്നാൻ 3:5 പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവന് പാപമില്ല. അതാണ് വിഷയം.
അവന് കള്ളമില്ല എന്ന് പറയുന്നതിനേക്കാളും ഷാർപ്പാണ് അവന് പാപമില്ലെന്ന് പറയുന്നത്. അപ്പം ഞാൻ സത്യമാണ്, എന്നിൽ അസത്യമില്ല എന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? സിമ്പിളാ. അതായത് ഞാൻ സത്യമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഒരർത്ഥം എന്നിൽ അസത്യമില്ലെന്നാണ്. അതിൻ്റെ പ്രായോഗിക അർത്ഥം നിങ്ങൾ അസത്യത്തിലായിരിക്കുമ്പോൾ ന്യായമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പാടായിരിക്കും എന്നുള്ളതാണ്. അതതിൻ്റെ പ്രായോഗിക അർത്ഥം. അതുകൊണ്ടാണ് ആ അർത്ഥത്തിലാണ് ഈശോ നുണയെക്കുറിച്ച് പറയണത്. ഈ യോഹന്നാൻ 8:44 ഇതിൻ്റെ മുഴുവനും ഇതിൻ്റെ ഓപ്പോസിറ്റ് ബ്ലൂ പ്രിൻ്റ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് ഉള്ളവരാണ്. പിശാചിനെ കുറിച്ചാണ് പറയണത്. കള്ളം, നുണയും എന്ന് പറഞ്ഞാൽ ഞാൻ സത്യമാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് സത്യമല്ലാത്ത വിഷയം ഈശോ കോംപ്രമൈസ്, മനുഷ്യനെന്നല്ല പറയണത്, പിന്നെ പറയണത് പിശാചെന്നാണ് പറയണത്. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് ഉള്ളവരാണ്. നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പിതാവിന്റെ ഇഷ്ടം, പിശാചിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. അവൻ ഒരിക്കലും ഇപ്പൊ ഞാൻ സത്യമാണെന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ കൂടെ വായിക്കാൻ പറ്റുന്ന കറക്റ്റ് പാരലൽ വചനം എന്താണ്? അവനൊരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. എന്താണ് ഒരു പ്രശ്നം വെച്ചാല്, നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ദൈവാനുഭവം ഇല്ലാത്തതിൻ്റെ കാരണം, നമ്മളെ കാര്യം കാണാൻ വേണ്ടിയെങ്കിലും കള്ളം പറയേണ്ടി വരികയോ ചെയ്യുന്നുണ്ട്. ഇത് കുഞ്ഞുനാൾ മുതലേ നമുക്ക് ട്രെയിനിങ് ഇല്ലാത്ത കാരണം നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ിന്റെ ഫലമായി പൂർണ്ണമായിട്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് സൗഖ്യം തന്ന അനുഗ്രഹിച്ചതിനെ ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അടുത്തതായി ഉടമ്പടി വെച്ചിരുന്നത്, എനിക്ക് 3-4 വർഷമായിട്ട് ജലദോഷവും കഫക്കെട്ടും തുമ്മലും ഒക്കെ ആയിരുന്നു. അമ്മയുടെ അടുത്തൊന്ന് ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായി ഉടമ്പടി വെച്ചതിൻ്റെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഉടമ്പടി വെച്ചത്, എനിക്ക് 5 വർഷമായി എൻ്റെ മൂക്കിൻ്റെ പാലം വളഞ്ഞിരിക്കുമായിരുന്നു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്യാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഞാൻ കുറച്ച് നാൾ ഗുളികയും മരുന്നൊക്കെ കഴിച്ചു, പിന്നീട് കഴിച്ചില്ല. ഇവിടെ വന്നു ഉടമ്പടി വെച്ചു.
ഉടമ്പടി വെച്ചതിൻ്റെ ശേഷം ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് അതിൻ്റെ ഫലമായി എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഡോക്ടർ പറഞ്ഞു, ഇത് 2-3 മാസം മുമ്പ് ഞാൻ ഡോക്ടറിനെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല, ഓപ്പറേഷൻ ചെയ്യാതെ കുട്ടിയുടെ മൂക്കിലെ പാലം എങ്ങനെ വളഞ്ഞെന്ന് അറിയത്തില്ല, അത്ഭുതകരമായിട്ട് കുറഞ്ഞിരിക്കുന്നു. അമ്മ എന്നെ തൊട്ടെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. അമ്മയും തിരുക്കുമാരനും എന്നെ തൊട്ട് അനുഗ്രഹിച്ചതിനെ ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ ലൈറ്റ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടതിൻ്റെ ഫലമായി 2020 എൻ്റെ മൂത്ത മകൾ അലീന ഷാജു മോൾ SLC പരീക്ഷയിൽ ഒരു വിഷയം പോലും അവൾക്ക് A+ കിട്ടിയാലെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. മമ്മി എനിക്കൊരു A+ പോലും കിട്ടിയാലെന്ന് പറഞ്ഞ് ഞാനിവിടെ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവും തിരുക്കുമാരനും എൻ്റെ മകൾക്ക് 8 A+ഉം 1 Aയും 1 B+ കിട്ടി. എൻ്റെ മാതാവ് എൻ്റെ മകളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മൂത്ത മകൾക്ക് +1 സയൻസ് ഗ്രൂപ്പ് കിട്ടുകയും ചെയ്തു. പരീക്ഷയ്ക്ക് ഭയങ്കര പാടായിരുന്നു. മമ്മി ഒരു വിഷയം പോലും ഞാൻ ജയിക്കുകയല്ല. ഞാൻ പറഞ്ഞു, മമ്മി ഉടമ്പടി വെച്ചിട്ടുണ്ട്, മോൾ എന്തിനാ വിഷമിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, അമ്മയും തിരുക്കുമാരന് ചെന്ന് എൻ്റെ മകൾക്ക് മാർക്ക് ലിസ്റ്റ് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് 71% മാർക്ക് കിട്ടി. എൻ്റെ മകളെ അനുഗ്രഹിച്ചു. പിന്നെ 4 വർഷം മുമ്പ് എൻ്റെ ഇളയ മകൾ 10 വയസ്സുള്ള അൽഫോൻസായ്ക്ക് തൊണ്ടയിൽ വലിയൊരു മുഴയായിരുന്നു. ഡോക്ടറിനെ ചെന്ന് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോളുടെ മുഴ കുത്തി പരിശോധിക്കണം, കുത്തി പരിശോധനയ്ക്ക് അയക്കണം, അല്ലെങ്കിൽ കീറി ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഒരു ഗുളിക പോലും കൊടുത്തില്ല. ഞാൻ അന്ന് മുതലേ തൊട്ട് അമ്മയോട് പ്രാർത്ഥിക്കുന്നു. 2.5 വർഷം ആയി ഞാൻ കണ്ടിന്യൂസ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. എൻ്റെ മകളൊരു പെൺകുട്ടിയാണ്. അമ്മേ, എൻ്റെ മകളുടെ തൊണ്ടയിൽ കത്തി വെക്കാൻ അനുവദിക്കരുത്. അമ്മേ, എൻ്റെ മകളെ പൂർണ്ണ സൗഖ്യം തന്ന് അനുഗ്രഹിച്ചാൽ അമ്മയുടെ തിരുനടയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം എന്ന് നേർന്ന് പ്രാർത്ഥിച്ച് 2.5 വർഷം ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മകൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇപ്പോൾ 1 വർഷമായി എൻ്റെ മകൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഡോക്ടർ പറയും, ഇത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല, എങ്ങനെയാണ് നിങ്ങളുടെ മകൾക്ക് ഈ മുഴ മാറാൻ യാതൊരു ഒരു ശതമാനം പോലും ചാൻസ് ഇല്ലാത്തതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി വെച്ച് അമ്മ തൊട്ട് സുഖപ്പെടുത്തിയതാണെന്ന് പറഞ്ഞു. ഡോക്ടർ പരിശോധനകളൊക്കെ നടത്തി മോൾക്ക് ഒരു കുഴപ്പമില്ല, വേദനയില്ല, ഒരു കുഴപ്പമില്ല. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ബിന്ദു. ഞാൻ വയനാട് ചീരാൽ സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളി ഇടവകാംഗമാണ്. 8 വർഷമായിട്ട് ജോലി സംബന്ധമായ ഭയങ്കരമായ അനിശ്ചിതത്തിൽ തുടങ്ങുമായിരുന്നു. ഞാൻ ജോലി സംബന്ധമായൊരു സ്ഥിരതയൊന്നും ലഭിച്ചില്ല. ജോലീൻ്റെ അപ്രൂവൽ കിട്ടും എന്ന് പറഞ്ഞ് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നു. ആ സമയത്ത് ഞാൻ എൻ്റെ മൂത്ത മോളെ തിരുവനന്തപുരത്ത് മാർ വാന്യൂസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 2ാമത്തെ ആൾ ഉക്രൈനിൽ മെഡിസിന് പഠിപ്പിച്ചു വിട്ടു. അപ്പോൾ കുട്ടികളെല്ലാം പഠിപ്പിക്കുന്നത് കീഴിൽ ഒരു 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എനിക്ക് സാമ്പത്തിക ബാധ്യതകളെല്ലാം ഉണ്ട്. പിന്നെ തുടർന്നുള്ള പഠനം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് എനിക്ക് മെയ് 28-ാം തീയതി എൻ്റെ ജോലി പോയി എന്ന് എനിക്കൊരു അറിയിപ്പ് കിട്ടുന്നത്. അപ്പം തുടർന്നുള്ള കുട്ടികളുടെ പഠനം അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുന്നു. ഞാൻ 45 വയസ്സ് കഴിഞ്ഞു. എനിക്ക് മറ്റൊരു ജോലി ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ല. 23 വർഷങ്ങളായിട്ട് ഓഫീസ് ജോലി ചെയ്തു. അതുപോലെ 8 വർഷം ശമ്പളം ഇല്ലാതെ മതിയായ ശമ്പളമൊന്നും ഇല്ലാതെ ജോലി ചെയ്യാണ്. പിന്നെ തുടർന്ന് ഒരാൾക്ക് 4 വർഷം കൂടെ മറ്റൊരാൾക്ക് മെഡിസിൻ പഠിക്കുന്ന ആൾക്ക് 4 വർഷം കൂടെ വിദേശത്ത് പഠിക്കണം. അങ്ങനെ എന്നെക്കൊണ്ട് ഒട്ടും സാധിക്കില്ല എന്ന അവസ്ഥയിലാണ് ഞാനിവിടെ കൃപാസനത്തിൽ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, എൻ്റെ അമ്മേ, എനിക്ക് സാധിക്കില്ല, ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇനി ഇത്രയുമുള്ള സാമ്പത്തിക ബാധ്യത ഒരു വശത്ത്, തുടർന്നുള്ള വിദ്യാഭ്യാസം വേറൊരു വശത്ത്, ശമ്പളം കിട്ടാത്തത് വേറൊരു വശത്ത്, ഇങ്ങനെ ജീവിതത്തിൽ മൊത്തത്തിൽ ബുദ്ധിമുട്ടായി കിടക്കുക. അപ്പം ഞാൻ ആദ്യം ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. എനിക്കെന്താ പറയേണ്ടതെന്ന് തിരിച്ചറിവ് പോലും എനിക്കില്ലായിരുന്നു. എന്ത് പ്രാർത്ഥിക്കണം, എന്ത് ചോദിക്കണം എന്നൊരു മനുഷ്യൻ്റെ സാമാന്യമായ
ഒരു തിരിച്ചറിവ് പോലും ഇല്ലാതാണ് ഞാനിവിടെ കൃപാസനത്തിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒന്നാമത്തെ ഉടമ്പടി അത് പറഞ്ഞു, എനിക്കറിയില്ല എന്ത് ചെയ്താൽ എനിക്ക് മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാനിവിടെ ബ്ലാങ്ക് ആയിട്ടു. അമ്മ തന്നെ എൻ്റെ ജോലി എന്താന്ന് എനിക്ക് തരണം. രണ്ടാമത്തത് എൻ്റെ സാമ്പത്തിക ബാധ്യതയാണ്. 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സാമ്പത്തിക ബാധ്യതയുണ്ട്. പിന്നെ മക്കൾ പഠിക്കുന്ന വകയിൽ ഓരോ മാസവും നമ്മളവരുടെ ഫീസും മറ്റ് ചിലവുകളെല്ലാം കാണണം. ഇങ്ങനെ ബാധ്യതകളുണ്ട്. അപ്പം ഞാനിതെല്ലാം പറഞ്ഞ് ഉടമ്പടി എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് യാതൊരു ധാരണയില്ല. അപ്പോഴാണ് ഞാൻ UK ജോലിയെക്കുറിച്ച് അറിയുന്നത്. എനിക്ക് പാസ്പോർട്ടൊന്നും എടുത്തിട്ടില്ല. അതിന് മുമ്പ് ഞാനൊരു കേരളത്തിന് പുറത്തൊരു ജോലിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, പാസ്പോർട്ട് എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് 27-ാം തീയതി ബത്തേരി ഒരു സ്ഥലത്ത് അക്ഷയകേന്ദ്രയിൽ പോവുക. അപ്പോൾ പോകുന്നതിന് തൊട്ട് മുമ്പ് അവിടെ അസംഷൻ പള്ളിയിൽ പോയി ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു, അമ്മേ ഇതും ഇത്രയും 8 കൊല്ലം പോയി, കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഇതും പോകാനാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ആൽത്താരയിലേക്ക് നോക്കുമ്പോൾ ഈ കൃപാസനമ്മ വലിയ രൂപത്തിൽ അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ഉറപ്പായി എൻ്റെ അമ്മ എന്നെ കാക്കുന്നുണ്ട്. അതെനിക്കൊരു വലിയൊരു വിശ്വാസമായിരുന്നു, ഒരു ധൈര്യമായിരുന്നു മുന്നോട്ട് പോകാൻ. കാരണം എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലാണ് ഞാൻ എൻ്റെ അമ്മേനെ കാണുന്നത്. അതിനുശേഷം ഞാൻ UK പ്രോസസ്സെല്ലാം കഴിഞ്ഞു. എവിടെ നിന്നാണെന്നറിയത്തില്ല, എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള 4.5 ലക്ഷം രൂപ എനിക്ക് ക്ലിയറായി വന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു ബിന്ദുവിൻ്റെ മൊബൈലിൽ പൈസ കിട്ടുന്ന ഒരു ആപ്പുണ്ടെന്ന്. അപ്പോൾ ഞാൻ അവരോട് തിരിച്ച് പറയാറുണ്ട്, എൻ്റെ മൊബൈലിൽ ആപ്പല്ല, എനിക്കൊരു അമ്മയുണ്ട്. അങ്ങനെ ആകുമ്പോഴാണ് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞാൽ എനിക്കതൊക്കെ ക്ലിയറായി കിട്ടും. അതിനിടയ്ക്കാണ് എനിക്ക് മെഡിക്കൽ എടുക്കാനായിട്ട് പോകുന്നത്. എൻ്റെ ഹാർട്ടിന് ബാംഗ്ലൂരാണ് മെഡിക്കൽ എടുക്കാനായിട്ട് പോയത്. ഹാർട്ടിന് ശകലം വലിപ്പം കൂടുതലുണ്ട്. അപ്പോൾ കാർഡിയോമെഗാലിയാണ്. എനിക്ക് കിട്ടിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് അബ്നോർമൽ എന്നാണ്. എൻ്റെ ഏജൻസിയിൽ ആർക്കും 60 പേരിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. അവർക്കാർക്കും തന്നെ ഹാർട്ടിൻ്റെ അബ്നോർമൽ ചെസ്റ്റ് എക്സ്റേ അബ്നോർമൽ ആർക്കും വന്നിട്ടില്ല. പോകാൻ പറ്റുമെന്ന് കുറേ ഏജൻസിനോട് വിളിച്ചു ചോദിക്കുമ്പോഴും അവർക്ക് പോകാൻ പറ്റുമോ എന്ന കാര്യം ആർക്കും അറിയത്തില്ല. പക്ഷേ അപ്പോൾ എന്നോട് എൻ്റെ ജ്യേഷ്ഠൻ ബാംഗ്ലൂരിലെ ചേട്ടൻ ചോദിച്ചു, ഇനി നിൻ്റെ അടുത്ത ഓപ്ഷൻ എന്താ? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഇങ്ങോട്ട് പോകുവാന്നൊരു ഓപ്ഷനേ ഉള്ളൂ, അതെൻ്റെ അമ്മ തന്നതാ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാധവനോട് പിന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് എന്താ അസുഖം ചോദിച്ചപ്പോൾ കാർഡിയോമെഗാലി ആണല്ലോ, അതങ്ങനെ എനിക്ക് കാർഡിയോമെഗാലി എന്ന് എഴുതി എനിക്ക് നോർമൽ സർട്ടിഫിക്കറ്റ് ചെയ്ത് തരുമോ ചോദിച്ചു. അപ്പോൾ അവരെഴുതിയതാ, ഇനി എഴുതി തരില്ല എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അബ്നോർമൽ തന്നെയാണ്, എഴുതി തരില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എൻ്റെ കഴുത്തിലുള്ള കാശ് രൂപത്തിൽ പിടിച്ച് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കറിയാം എനിക്ക് കാർഡിയോമെഗാലി ഉണ്ടെന്ന്, പക്ഷെ അതൊരു രോഗമായിട്ടല്ല എന്നും അതിന് വലിപ്പമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് അബ്നോർമൽ എന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ 46 വയസ്സായിട്ടുള്ള 45 വയസ്സ് കഴിഞ്ഞ് 46 വയസ്സുള്ള എനിക്ക് ആരും ജോലി തരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ എനിക്കൊരു ജോലി തരണം, എനിക്ക് അബ്നോർമൽ മാറ്റി നോർമൽ എന്ന സർട്ടിഫിക്കറ്റ് തരണേന്ന് ഞാൻ പറഞ്ഞു. അതിനിടയിൽ അമ്മ കമൻ്റായിട്ട് ഡോക്ടർ എഴുതി തന്നോട്ടെ, കാർഡിയോമെഗാലിന്ന് എഴുതി തന്നോട്ടെ, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ എനിക്ക് നോർമൽ എന്ന സർട്ടിഫിക്കറ്റും തന്നു, കാർഡിയോമെഗാലി മൈൽഡ് കാർഡിയോമെഗാലി എന്ന് കമൻറ്റും എഴുതി തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് 14-ാം തീയതി ആകുമ്പോഴത്തേക്കും ബയോമെട്രിക്സിൻ്റെ പ്രോസസ്സ് തീരണം, 17-ാം തീയതി ശനിയാഴ്ച ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം. അതുപോലെ തന്നെ എനിക്ക് 14-ാം തീയതി ആയപ്പോഴത്തേക്കും ബയോമെട്രിക്സിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അതനുസരിച്ച് എനിക്ക് 17-ാം തീയതി ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനുള്ളൊരു വലിയൊരു അനുഗ്രഹം എനിക്ക് അമ്മ മാതാവ് തന്നു. ഞാൻ ശരിക്കും പ്രാർത്ഥനയും വിശ്വാസമൊക്കെ ഉള്ളൊരാളായിരുന്നു. പക്ഷേ ഇവിടെ ഈ കൃപാസനത്തിൽ വന്ന ശേഷം എനിക്കുണ്ടായ അധികമായിട്ടൊരു അനുഗ്രഹം എന്താ ചോദിക്കാൻ, കൃത്യമായിട്ട് ബൈബിൾ വായിക്കുന്നതിനും എല്ലാത്തിനും നല്ലൊരു അനുഗ്രഹം കിട്ടി. ശരിക്കും അമ്മയുടെ ഒരു സംരക്ഷണം ജീവിതത്തിൽ മുഴുവനായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നു. ഒരു ചെറിയ കുട്ടിക്ക് അമ്മ കൊടുക്കുന്ന ഒരു സംരക്ഷണം പോലെ ജീവിതത്തിൽ എനിക്ക് സംരക്ഷണം അനുഭവിക്കാനായിട്ട് പറ്റുന്നുണ്ട്. സാമ്പത്തികം അങ്ങനത്തെ ഒരു ബാധ്യതയും ഒരു ടെൻഷൻ ഇല്ലാതെ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മ എനിക്കൊണ്ട് അനുഗ്രഹം മുഴുവൻ എനിക്ക് അമ്മ തരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു എനിക്കൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നത്. അതുപോലെ ഞാനെപ്പോഴും ഈ ഉടമ്പടി കാശുരൂപം ഇതെല്ലാം ഉടമ്പടി പത്രം കൊടുക്കും. അതിനേക്കാളപ്പുറം ആരെങ്കിലും കാണുവാണെങ്കിൽ ഞാനൊന്ന് പറയും, കൃപാസനത്തിലൊന്ന് പോ, എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ ഇതെന്നും എൻ്റെ കയ്യിൽ സാക്ഷ്യപ്പെടുത്താൻ ഒരു സാധനം ഇല്ലെങ്കിലും ഞാൻ പറയും, കൃപാസനം
കൃപാസനം പത്രം ഒന്ന് വായിക്കണം. അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും എന്തെങ്കിലും കുട്ടികൾ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് അവരുടെ മൊബൈലിൽ പെട്ടെന്ന് കൃപാസനത്തിൽ ഏതെങ്കിലും ഒരു സാക്ഷി എടുത്തു കൊടുക്കും. അങ്ങനെ എനിക്ക് ഓരോ സമയം ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെ ക്രൈസ്തവരായ അവരുടെ ആളുകളോടൊക്കെ പറയാൻ പേടിയായിരുന്നു. പക്ഷെ അമ്മയുടെ അടുത്ത് പോകുമ്പോൾ പറയും, നിങ്ങൾ ഇത് അമ്മയിൽ വിശ്വസിക്ക് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടി. അതുപോലെ അമ്മയുടെ ഒരു സംരക്ഷണം എനിക്ക് കിട്ടി. എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് കൃപാസനത്തിൽ അമ്മയോട് ഉടമ്പടി എടുത്ത് നിൽക്കാൻ ആഗ്രഹമാണ്. കാരണം എന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അമ്മയുടെ ഒരു സംരക്ഷണം കിട്ടുമെന്നൊരു ബോധ്യമാണ് എനിക്ക് നൽകിയത്. അമ്മയ്ക്കും തിരുകുമാരനും അതുവഴി പരമപിതാവിനും 1000 നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.